ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് GNM 2025 നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം ആയിട്ടില്ല. നമ്മുടെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് മുന്നോടിയായി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് കറക്റ്റ് അലോട്ട്മെൻറ്റുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അലോട്ട്മെൻറ്റ് 2 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം നടത്തുന്ന അലോട്ട്മെൻറ്റുകളൊക്കെ സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളായിട്ടാണ് വരുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് വായിച്ച് നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നമ്മുടെ കുറച്ച് വേക്കൻസി സീറ്റുകളാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അലോട്ട്മെൻറ്റ് പ്രക്രിയ ഇവർ കറക്റ്റായിട്ട് ഇവർ തന്നെ പറയുന്നുണ്ട്. LBS ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കുട്ടിക്ക് എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന, നമുക്കിവിടെ ഓപ്ഷനിൽ പരിധിയില്ല എന്ന് അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി എന്നിവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് ഹയർ ഓപ്ഷൻ വയ്ക്കുക. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകളൊക്കെ വെച്ച് അവരെന്ത് ചെയ്യും, ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും തെറ്റ്, നിങ്ങൾക്ക് ഓപ്ഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും എഡിറ്റിംഗ് ചെയ്യാനും ഒക്കെ ഉള്ള അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ളത്. ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യണം, ആ കോളേജ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഒരു ടോക്കൺ ഫീ നിങ്ങൾ ആ കോളേജ് നിങ്ങൾക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത കോളേജ് ആണെങ്കിൽ അവിടെ ഒരു ടോക്കൺ ഫീ നിങ്ങൾ അടച്ചിടാം. നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുകയും പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റാതാവുകയും ചെയ്യും. അപ്പോൾ ഏത് കോളേജാണെങ്കിലും നിങ്ങളൊരു ടോക്കൺ ഫീ അടച്ചിടണം. അത് എത്രയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അവർ കാണിച്ചു തരും. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനും ട്രയൽ അലോട്ട്മെൻറ്റിനും കുറച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാം ഘട്ട, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടത്തുന്ന നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ആ കുട്ടികളുടെ അവർ ടോക്കൺ ഫീ അടച്ചിട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത കോളേജുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ ഹയർ ഓപ്ഷനും ഇപ്പോൾ കിട്ടാത്തവരുടെ കുട്ടികളുടെ ഓപ്ഷനും കൂടി പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. പിന്നെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമാണ് എന്ത് ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ കഴിയുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമല്ല ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരും ആ ടോക്കൺ ഫീ അടച്ചിടണം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീ അടച്ചവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ടോക്കൺ ഫീ അടയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല, ആവശ്യമല്ല. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമല്ല കേട്ടോ. സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് നമ്മുടെ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതാണ് സ്പോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ. ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഓൺലൈൻ ടൈമിൽ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും. പൈസ ഒന്നും എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ
അപ്പോൾ നമ്മുടെ വേക്കൻസി ഉള്ള സീറ്റുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ആ കോളേജ് മാത്രം നമ്മൾ അവിടെ ഓപ്ഷൻ വെക്കുന്നുണ്ടാവുക. ആ കോളേജുകൾ ഏതൊക്കെയെന്നൊക്കെ LBS ത്രൂ നമുക്ക് കോളേജ് ലിസ്റ്റ് പബ്ലിഷ് അവർ ചെയ്യുന്നതാണ്. ഇവർ പറയുന്നുണ്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അടുത്തുള്ള LBS ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഹാജരായ ഓപ്ഷൻസ് നൽകണമെന്ന്. ഇവിടെ LBS ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയാണ് കേട്ടോ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇത് നമ്മുടെ എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്രിയകളാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള GNM, LBS അങ്ങനെ മറ്റ് കോഴ്സുകളുടെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.